ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു പാക്കിങ്ങിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കൂടെ തന്നെ കുറച്ച് കാര്യങ്ങളും ഇതിൻ്റെ സെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും പറഞ്ഞു തരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊരു കുറച്ച് വലിയതൊന്നുമല്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു ഓർഡറാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം കുറേ ആൾക്കാർക്കുള്ള സംശയമാണ്, അവർക്കൊന്നും സെയിൽസ് കിട്ടുന്നില്ല, എന്താ ചെയ്യുക. ചെറിയ രീതിയിൽ തുടങ്ങുന്ന ആൾക്കാരെല്ലാവരും തന്നെ എന്താ പറയുക, ഇവിടെ ഷോപ്പിലൊക്കെ സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായത്. പക്ഷെ ഷോപ്പിലൊന്നും കൊടുത്തിട്ട് ആരും മേടിക്കുന്നില്ല, അവർക്ക് സെയിൽസ് ചെയ്യാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായി. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ സെയിൽസ് എല്ലാവർക്കും ഇപ്പോൾ നല്ലപോലെ പോവാത്തതിൻ്റെ മെയിൻ കാരണം എല്ലാ ആൾക്കാരും ഇപ്പം ഈ ഒരു ബിസിനസ്സിനകത്തേക്ക് ഇറങ്ങിയേക്കാണ്. അതുകൊണ്ടാണ് ഒന്നാമത് എല്ലാ ആൾക്കാർക്കും ഒരേപോലെ ബിസിനസ് കിട്ടാത്തത്. നമുക്കിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാണാം, എന്താ പറയുക, ഒരു 10 ഇതെടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു 5 ആൾക്കാരും ഈ ഹെയർ ബോൻ്റെ ബിസിനസ് അല്ലെങ്കിൽ ഹെയർ ആക്സസറീസ് സെയിൽസ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും അവൈലബിലിറ്റി, അതായത് സാധനങ്ങൾ കൂടുതൽ കിട്ടും തോറും ഓരോന്നിനുള്ള സാഹചര്യം കുറയും. മീൻസ് നമുക്ക് വീണ്ടും എന്താ പറയുക, സെയിൽ ചെയ്യാനുള്ളൊരു ഒരു സാഹചര്യം അവിടെ കുറഞ്ഞായിരിക്കും വന്നുകൊണ്ടിരിക്കുക. അപ്പം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇപ്പം വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നല്ല, ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മളത് സേഫായിട്ട് പൊടിയൊന്നും തട്ടാത്ത രീതിയിൽ നല്ലൊരു കവറിൽ പാക്കിലേക്ക് ആക്കിയിട്ട് നല്ല പാങ്ങനെ എടുത്ത് വെക്കണം അത് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം നമുക്ക് ആരെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും, ഇപ്പം എന്താ പറയുക, കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ തന്നെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടാവില്ല. പൊടിയൊന്നും തട്ടാതെ നന്നായിട്ട് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കുറേ സാഹചര്യങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സ്കൂളുകളിലൊക്കെ ആനുവൽ ഡേ അങ്ങനത്തെ കുറേ പരിപാടികളുടെ സമയമാണിപ്പോൾ. അപ്പോൾ സ്കൂളുകളിൽ നിന്ന് നമുക്കൊരു പക്ഷേ ഓർഡർ എടുക്കാൻ പറ്റും. അതായത് ആനുവൽ ഡേ ഒക്കെ ആയതുകൊണ്ട് ഒത്തിരി കുട്ടികളുടെ പരിപാടികൾ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിനകത്തൊക്കെ ഹെയർ ആക്സസറീസ് വേണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കുറേ ആൾക്കാർ അങ്ങനെ 2-3 പേര് അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായി. ബൾക്കായിട്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ സ്കൂളിൽ ഇതേപോലെ ആനുവൽ ഡേ ഉണ്ട്. അപ്പോൾ ആനുവൽ ഡേക്ക് ഹെയർ ആക്സസറീസ് ചെയ്യാനാണെന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അങ്ങനെ മേടിച്ചിട്ടുണ്ടായി. പിന്നെ ഇനിയിപ്പോൾ അടുത്തൊരു സാഹചര്യം ഉള്ളത്, ഇനിയിപ്പം ഉത്സവങ്ങളുടെയും പെരുന്നാൾ അങ്ങനത്തെ ഓരോരോ ഫങ്ഷൻ്റെയും സമയമാണ് ഇനി വരുന്നത്. സോ ആ ഒരു സമയം നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നല്ലപോലെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്തും സെയിൽസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഈ ഉത്സവത്തിൻ്റെയൊക്കെ സമയം എന്നൊക്കെ പറയുമ്പം അങ്ങനെ ഇപ്പം അവിടെ കൊണ്ടുപോയി വയ്ക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് നടക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉണ്ടാക്കി വെച്ച സാധനം ഒരു നല്ല പ്ലാറ്റ്ഫോം ഇല്ലാത്തതാണല്ലോ സെയിൽസ് ആവുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. സോ അങ്ങനത്തെ വല്ല സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ കൂടുന്ന അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ സെയിൽസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നോർമലി ഈ പറഞ്ഞ മാതിരി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കാര്യം വെച്ചാൽ അവരും ഈ പറഞ്ഞ പോലെ ഓരോ ഇത് ചെയ്ത് തുടങ്ങുന്നുണ്ട്. എല്ലാ ആൾക്കാരും ഇപ്പോൾ ചെറിയ രീതിയിൽ ചെയ്ത് തുടങ്ങാമെന്നുള്ള രീതിയിൽ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് തന്നെ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം എല്ലാ ആൾക്കാർക്കും ഒരേപോലെ സെയിൽസ് കിട്ടാത്തതും. അപ്പോൾ നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഇൻസ്റ്റാ, ഫേസ്ബുക്ക് അങ്ങനത്തെ സാധനങ്ങൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം. പിന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് അങ്ങനെ സെയിൽസ് ചെയ്യാം. പിന്നെ ഇതേപോലെ സ്കൂൾസ് അങ്ങനത്തെ എന്തെങ്കിലും ഫങ്ഷൻസ്, ആനുവൽ ഡേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് സെയിൽസ് നോക്കാം. പിന്നെ ഈ അമ്പലങ്ങളിലെ ഉത്സവം, പെരുന്നാൾ, ഇനിയിപ്പം അങ്ങനത്തെ സംഭവങ്ങൾ, പെരുന്നാൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സെയിൽസ് കിട്ടുന്നതിനുള്ള ചാൻസ് കൂടുതലാണ്.
ഇനിയിപ്പോൾ ഒരു വഴിയെന്ന് പറയുന്നത് നിങ്ങൾ ഈ കുടുംബശ്രീയിലൊക്കെ അംഗമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പല സ്ഥലങ്ങളിലും കുടുംബശ്രീകളുടെ മേളകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു സ്റ്റോൾ ഇടാനൊക്കെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ആൾക്കാർ ചേർന്നിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല സെയിൽസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.